Hello, dear friends. Today we are going to discuss about measures of money supply in India. Before going to the measures of money supply in India, we have to analyze what is supply of money. Simply, supply of money is a stock at a particular point of time. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ മണിയുടെ സ്റ്റോക്ക് എത്രയാണോ അതിനെയാണ്, അതായത് നമ്മുടെ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന മണിയുടെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്കിനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി ഈ മെഷേഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മണി ഓർ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം, ദാറ്റ് ഈസ് വ്യൂസ് ഓഫ് ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ. അതായത് നമ്മുടെ മണി സപ്ലൈനെ ഡിഫൈൻ ചെയ്യാൻ പല എക്കോണമിസ്റ്റുകളും പല വ്യൂവിലാണ്, പല ആംഗിളിലൂടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മണി സപ്ലൈയെ പല മെഷർമെൻറ്റിലും നമുക്ക് കാണാം. ദാറ്റ് ഈസ് M1, M2, M3, M4 അങ്ങനെ പല പല രീതികളിലും കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വ്യൂസ് ഓഫ് ഡെഫിനിഷൻസ് ഓഫ് മണി സപ്ലൈ എന്നും കൂടി പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ കൺസെപ്റ്റിൽ ട്രഡീഷണൽ ഇക്കോണമിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ദ മണി സപ്ലൈ ഈസ് ഇൻ എ നാരോ കൺസെപ്റ്റ്. ഒരു നാരോവർ മൈൻഡിലൂടെ അല്ലെങ്കിൽ ഒരു നാരോ കൺസെപ്റ്റായിട്ടാണ് നമ്മുടെ മണി സപ്ലൈനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്, നമ്മുടെ ട്രഡീഷണൽ ഇക്കോണമിസ്റ്റ്. അതുപോലെ തന്നെ മോണിറ്ററിസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മണി സപ്ലൈ ബിക്കം വൈഡർ കൺസെപ്റ്റായി മാറുന്നു. അതിനുശേഷം ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷൻ നമ്മുടെ മോഡേൺ എക്കോണമിസ്റ്റ് അതിന് കൊടുക്കുന്നുമുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നാരോവർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ, അതായത് മണി സപ്ലൈയുടെ നാരോവർ ഡെഫിനിഷൻ. Traditional and Keynesian thinking which stresses the medium of exchange function of money. അതായത് ട്രഡീഷണൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടും അതിന് മുന്നേയുള്ള സ്കൂൾ ഓഫ് തോട്ട്സും അതുപോലെ തന്നെ കെയ്ൻസിയൻ്റെ ഒരു പരിധി വരെ എന്ത് ചെയ്തിരുന്നു, മണി ഓൺലി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് കരുതി പോന്നിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ നാരോവർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈൻ്റെ പ്രസക്തി വരുന്നത്. അതായത് M1 ഈസ് ഈക്വൽ ടു C+D, ദാറ്റ് ഈസ് കറൻസി വിത്ത് ദി പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു മണി കൺസെപ്റ്റിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി വന്നിരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ദാറ്റ് ഈസ് M1 ഈസ് ഈക്വൽ ടു കറൻസി വിത്ത് ദി പബ്ലിക് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതുപോലെ തന്നെ അടുത്ത കൺസെപ്റ്റാണ് വൈഡർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ. വൈഡർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദർ ഓഫ് മോണിറ്ററിസത്തിൻ്റെ ഫാദറായ നമ്മുടെ പ്രൊഫസർ മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് നമ്മുടെ വൈഡർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏത് വഴിയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി സപ്ലൈ അതിനൊരു റീസ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ മിൽട്ടൺ ഫ്രീഡ്മാൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഒരു വൈഡ് ഡെഫിനിഷൻ മണി സപ്ലൈക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് വൈഡ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ M1 ആയിരുന്നു നാരോവർ ഡെഫിനിഷൻ. അപ്പോൾ M1ൻ്റെ കൂട്ടത്തിൽ ടൈം ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ മണി സപ്ലൈ ഒരു വൈഡറായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വൈഡർ ഡെഫിനിഷൻ M2 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് M2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലും M3 എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മുടെ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യയിലും വരുന്നത്. ആ M3 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. ഇനി അടുത്തതാണ് ബ്രോഡർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ. ബ്രോഡർ ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗേളി ആൻഡ് ഷോ. M2 plus deposits of savings bank, building societies, loan associations and deposits of other credit and financial institution is called broader definition of money supply or M3. M3 എന്ന് പറയുന്നത് M2വിനോട് കൂടി ഡെപ്പോസിറ്റ്സ് ഓഫ് സേവിങ്സ് ബാങ്ക്സ്, building societies, loans associations and deposits of other credit and financial institutions ആണ്. ഓക്കെ,
ഇനിയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഇതുവരെ പറഞ്ഞിരുന്ന വേൾഡ് വൈഡ് എക്കോണമി ആസ് എ ഹോൾ എന്ന് പറയുന്ന മൊത്തം നമ്മുടെ മണി സപ്ലൈയുടെ കേസാണ് പറഞ്ഞത്. ഇനി ഇന്ത്യയിലേക്കായി മാത്രം വരുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് മണി സപ്ലൈ മെഷർ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ദാറ്റ് ഈസ് M1, M2, M3, M4. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ് നമ്മുടെ ഈ മണി സപ്ലൈനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മണി സപ്ലൈൻ്റെ ഓരോ ഡെഫിനിഷൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. 1977 മുതലാണ് M1, M2, M3, M4 എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ മുന്നേ 1968 വരെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് M1 എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദി പബ്ലിക് ആൻഡ് കറൻസി ഹെൽഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദി ബാങ്ക് ആൻഡ് കറൻസി ഹെൽഡ് വിത്ത് ദി പബ്ലിക് എന്നായിരുന്നു. അതുപോലെ തന്നെ അതൊരു നാരോ ഡെഫിനിഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് വെറും M1 ആൻഡ് M2 മാത്രമായിരുന്നു. അതായത് ഇവിടെ നോക്കാം, ടിൽ മാർച്ച് 1968 RBI published only one measure of money supply, that is M or M1, which is defined as currency and demand deposits with the public. This was in keeping with the traditional and Keynesian view of narrow measure of money supply. അതിനുശേഷം 1968 മുതൽ RBI also started publishing another measure of money supply which is called aggregate monetary resource. This included M1 plus time deposits of bank held by the public. This was a broad measure of money supply which was in line with Friedman's view. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 1968 വരെ M അല്ലെങ്കിൽ M1 മാത്രമായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. 1968 ശേഷം നമ്മുടെ എക്കോണമിയിൽ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് എന്ന് പറയുന്ന ഒരു മെഷർമെൻ്റ് കൂടി ആഡ് ചെയ്യുകയും അത് നമ്മുടെ ഫ്രീഡ്മാൻ്റെ വ്യൂ ആയിട്ടുള്ള M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ് ആയിട്ട് മാറുകയും ചെയ്തിരുന്നു. ഇനി 1977 ഓൺവേർഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ മണി സപ്ലൈൻ്റെ മെഷർമെൻറ്റ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് M1, M2, M3 ആൻഡ് M4 ആണ്. ഓക്കെ, M1ൽ എന്താണ് സംഭവിക്കുന്നത്? ക്യാഷ് വിത്ത് ദി പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക് പ്ലസ് അതർ ഡെപ്പോസിറ്റ്സ് വിത്ത് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാണ് M1 എന്ന് പറയുന്നത്. M2 എന്ന് പറയുന്നത് M1 പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ദി പോസ്റ്റ് ഓഫീസസ്. പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റുകളാണ് M2ലെ M1ൻ്റെ കൂടെയായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി M3 എന്ന് പറയുന്നത് M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ്സ് വിത്ത് ദി ബാങ്ക്. M1 പ്ലസ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് ദി ബാങ്ക്. ഓക്കെ, ഇനി M4 എന്ന് പറയുന്നത് M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസസ്. M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെഷർമെൻറ്റ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1977 മുതലാണ് നമ്മുടെ മെഷർമെൻറ്റ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് M1, M2, M3, M4 ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ M1 എന്ന് പറയുന്നതാണ് നാരോ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ M3 എന്ന് പറയുന്നതാണ് ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ടോപ്പിക് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഓക്കെ, താങ്ക് യു.